വീരഹനുമാൻ മെയ് 26 മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യരുതെന്ന്. പിന്നെ ഞാൻ എന്റെ പ്രയാസങ്ങളൊക്കെ ആരോട് പറയും? നിനക്ക് എന്ത് പ്രയാസം ഉള്ളത്? ഒന്നുമില്ലേ, എന്റെ ചങ്കു കുത്തി പറിച്ചോണ്ടല്ലോ എന്റെ പെണ്ണ് പോയത്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അത് നിങ്ങൾക്ക്, എനിക്ക് അങ്ങനെയല്ല. ഓർമ്മ വെച്ച കാലം മുതൽ പൂജ ജീവന്റെ പെണ്ണാണെന്ന ഉറക്കത്തിലൊരു മന്ത്രം പോലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ മാത്രമല്ല, ഇവിടെ ചുറ്റുള്ള എല്ലാവരും. എന്നിട്ട് എത്ര നിസ്സാരമായിട്ട് നിങ്ങൾ എന്നെ ചതിച്ച്. നോവിച്ചവർക്കറിയില്ല നൊന്തവന്റെ വേദന. നീ വണ്ടി എടുത്ത് മാറ്റി, എനിക്ക് പോണം. എന്റെ നഷ്ടങ്ങൾക്ക് പരിഹാരം പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ എന്ത് പറയണോന്നാ? പൂജ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയല്ലേ? ഭാര്യ ആയതല്ലോ, നിങ്ങൾ എല്ലാരും കൂടി അവന്റെ തല കെട്ടിവെച്ചതല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ആ ചാപ്റ്റർ അവസാനിച്ചില്ലേ? ഇനിയെങ്കിലും നിനക്ക് അവളെ വെറുതെ വിട്ടൂടെ? ഞാൻ അവളെ വെറുതെ വിട്ടാലും ഷാനു അവളെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി ഷാനു അവളോട് ക്ഷമിച്ചാലും ഈ കഥകളൊക്കെ അറിയാവുന്ന ആദിയുടെ വീട്ടുകാർ അവളോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി അഥവാ അവരും ക്ഷമിച്ചാലും ഈ ജന്മം അവൾക്ക് മനസമാധാനം കൊടുക്കാതിരിക്കാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്തെന്ന് നിങ്ങൾക്കറിയില്ലേ? നീ എന്താടാ ഇങ്ങനെ? ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചു പോയി. കള്ളം, പച്ചക്കള്ളം. നീ സ്നേഹിച്ചത് അവളെയല്ല, ഞങ്ങളുടെ പണത്തെയും പ്രതാപത്തെയോ. ആയിക്കോട്ടെ, എന്ത് കുന്താണെങ്കിലും ഞാൻ സ്നേഹിച്ചല്ലോ. എന്റെ സ്നേഹത്തിനെന്താ ഒരു വിലയില്ലേ? നിനക്ക് വേറെ എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും ജീവ. പക്ഷെ ഇവിടെ കിട്ടില്ലല്ലോ. അങ്ങനെ എന്റെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെ ആരും സന്തോഷിക്കണ്ട. ഇപ്പൊ ഈ ഷാനുവിന്റെ വരവ് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ ആഘോഷ. ഇനി ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എടാ, ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നുണ്ട് നിനക്ക് എന്ത് ലാഭാ? എന്റെ ലാഭവും നഷ്ടമൊക്കെ താമസിയാതെ നിങ്ങൾ തിരിച്ചറിയും. ഏതായാലും എന്റെ തിരിച്ചുവരവ് വെറുതെ അല്ലെന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. പൊളിച്ചടുക്കി നശിപ്പിച്ച് നാശ കോടാലേക്ക് തരും ഞാൻ. കരുതിയിരുന്നോ നിങ്ങൾ? ഇങ്ങനെ കുടിച്ച് ബോധം കെട്ട് 24 മണിക്കൂറും ഇരുന്ന ഈ കുടുംബം ഇനിയും തകരത്തേ ഉള്ളൂ. ഇനി എന്തൊന്ന് തകരാനാടി? സർവനാശത്തിന്റെ നെല്ലിപ്പലക വരെ കണ്ടില്ലേ? അതും വെറുതെ കണ്ടതല്ലോ. നീ നിന്റെ മോളും കൂടെ എന്നെ കാണിച്ചതല്ലേ? വെള്ളം അടിച്ച് അതും ഇതും പറയാതെ ആ ഷാനുവിന്റെ കാര്യത്തില് എന്തെങ്കിലും തീരുമാനം എടുക്കണം. ഞാനെന്തൊരു തീരുമാനം എടുക്കണം? അതും അവന്റെ കാര്യത്തില്. അവന്റെ കാര്യത്തിലായിരുന്നല്ലോ ഇതുവരെ നിങ്ങൾ ഇവിടെ ഈ പുകിലൊക്കെ ഉണ്ടാക്കിയത്. ഈ ഭൂമിയിൽ നിങ്ങൾ ഏറ്റവും വെറുക്കുന്നത് അവനെയാണെന്നും അവന് പകരം വേറെ ഏത് ചെക്കനായിരുന്നെങ്കിലും നിങ്ങൾ മകളെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പൊ ഇത്രയും വെറുക്കുന്ന അവൻ കൺമുന്നിൽ ഉണ്ടായിട്ടും നിങ്ങൾ എന്താ ഒന്നും ചെയ്യാത്തത്? എന്നാലും എന്റെ ഭാര്യയെ, നിന്റെ ബുദ്ധി കൊള്ളാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. നിന്റെ വാക്ക് കേട്ടോണ്ട് ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ശല്യം ഒഴിവായി കിട്ടും. പിന്നെ നിന്റെ മകൾക്ക് രാജകുമാരിയായിട്ട് വാഴാം. ചെയ്തത് ഞാനായതുകൊണ്ട് ഞാനകത്തു. ആ വകയിൽ നിനക്ക് ലാഭം അല്ലേ? ശ്രീനി വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. പറയും മറ്റൊരാൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അവന്റെ ശല്യം എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ പൂജയ്ക്ക് മാത്രമല്ല നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല. നീയൊക്കെ ചെയ്ത പ്രവൃത്തിക്ക് ഈ മനസ്സമാധാനം തന്നെ അധികം. അവന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീയല്ലേ പറഞ്ഞേ നിന്റെ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ ആദ്യാന്ന്?
അത് അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലേ ഈ ഷാനു വന്നിരിക്കുന്നേ. അപ്പൊ തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ആർക്കും ഇല്ലെങ്കിലും ഈ ഷാനുവിനുണ്ടല്ലോ. അവനത് തെളിയിച്ചുകൊണ്ട് വരുമ്പം എനിക്കൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ. പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്ത് ആവില്ലേ? കുഞ്ഞാരുടേതാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ പിന്നെ അതിനെ കൊല്ലണോ വളർത്തണോ എന്ന് തീരുമാനിക്കാമല്ലോ. ഇപ്പൊ മനസ്സിലായല്ലോ ഞാനെന്തിനാ മിണ്ടാതിരിക്കുന്നെന്ന്. ക്ഷമയോടെ കുറുക്കന്റെ മനസ്സോടെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ആ കൊച്ചിന്റെ പിതൃത്വം തെളിയിക്കുന്ന നിമിഷം. അതുവരെ അഗ്രഹാരത്തിലെ അരിപ്പൊടി കോലങ്ങളുടെ മണമുള്ള ശ്രീനിവാസൻ IAS ഒരക്ഷരമിണ്ടില്ല. ഇതിനു വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കില്ല. ഇപ്പൊ മനസ്സിലായോ ഭാര്യയെ ഞാൻ ആരാണെന്ന്? പൂജ വന്നേ പറ്റൂ. എനിക്ക് അത്യാവശ്യം ഒരു കാര്യം സംസാരിക്കണം.